നമസ്കാരം. രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉണക്കമീൻ കറിയായിട്ടാണ്. തേങ്ങയൊക്കെ അരച്ച് പച്ച മാങ്ങയാണ് നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മളെ ഉണക്കമീനാണ്. ഉണക്കമീൻ ഞാനിപ്പോൾ ഒരു 220 ഗ്രാമിൻ്റെ ഒരു വാങ്ങിച്ചത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചാണ്. വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിൽ ഒരു 3/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുതൽ ഒരു അരമണിക്കൂർ വരെ ഇട്ട് വെച്ചാൽ മതി. ആ ഉപ്പുണ്ടല്ലോ, ആ ഉപ്പൊന്ന് പോകാൻ വേണ്ടിയാണ്. നല്ല ഉപ്പായിരിക്കും ചിലപ്പോൾ ഇട്ടുണ്ടാവുക. അപ്പം ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ഇടുന്നത്. അപ്പോൾ മാങ്ങയുടെ ശരിക്കും ഒരു ചെറിയ മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ളതാണ്. നല്ല ഒരുപാട് പുളിയല്ല, എന്നാലും അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട്. ഒരു വലിയ പച്ചക്കായയുടെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. അതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഒരു കപ്പാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഞാൻ അരപ്പിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടി എടുക്കും. പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഉണ്ട്. പിന്നെ പൊടികളൊക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ഒന്നുമല്ല. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചമീൻ കറിക്ക് അരയ്ക്കുന്ന പോലെ നല്ല കുഴമ്പ് രൂപത്തിൽ അങ്ങനെയല്ല. കുറച്ച് ഇങ്ങനെ തരി ഉണ്ടാവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അതാണ് ഞാൻ അധികം വെള്ളം ഒഴിക്കാത്തത്. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അരച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തത്. ചെറിയൊരു തരി കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ചട്ടിയിൽ ഞാൻ ഉണക്കമീനും അതുപോലെ തന്നെ കായയും പച്ചമാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യം നോക്കി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറുകി വരും. ഞാൻ 1 കപ്പ് വെള്ളമാണ് മിക്സി കഴുകി അങ്ങനെയും കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, കാരണം ഉള്ളനാണ്. അപ്പോൾ അത് ഉപ്പ് ചേർത്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടാൻ മറന്നുപോയി. പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് നമ്മളെ മുള്ളനും അതുപോലെ തന്നെ കായ ഒക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരമായി തിള വന്ന് തുടങ്ങിയിട്ട്. നമ്മളെ മീൻ എന്തായാലും വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ഇതാ മാങ്ങ. പിന്നെ നമുക്ക് കായയാണ് നോക്കേണ്ടത്. അപ്പോൾ കായും ചൂടാണ്. കായ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് നമ്മൾ കറിയിലൊക്കെ പോലെ ഇങ്ങനെ ചതഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ച ഇതുണ്ടല്ലോ അത് മാറണം. അതുവരെയാണ് വേവേണ്ടത്. അപ്പോൾ ഞാൻ കായ നല്ല നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു വേവിന് കണക്കായിട്ട് വരില്ല. മാങ്ങയും നമ്മൾ മീനും കൂടെയുള്ള അതിന് കണക്കായിട്ട് വരില്ല. ഇല്ലേ പിന്നെ നിങ്ങളത് സെപ്പറേറ്റ് വേവിച്ചെടുക്കും. ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ കൂട്ടണം. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കൂടുതലങ്ങ് വെന്തു. അപ്പോൾ ഏറ്റവും നല്ല നൈസായിട്ട് തന്നെ അരിയാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുക, കൂടുതലായിട്ട് വേവിക്കാണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മീനൊക്കെ വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ നോക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ്
എന്താ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെന്നേ ഉള്ളൂ. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ കണക്കാണ്. പിന്നെ അതുപോലെ പുളി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉള്ളതാണ്. അപ്പം അങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ പുളി ഇറങ്ങും. അതുപോലെ തന്നെ ഉപ്പും അപ്പോഴേ നോക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഈ ഇതിലുള്ള ഉണക്ക മീനിലുള്ള ഉപ്പും ഇങ്ങനെ തിള വന്നു തുടങ്ങുമ്പോൾ ഇറങ്ങും. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കുറച്ച് മാത്രം ഇട്ടത്. പിന്നെ നോക്കി ഒരിത്തിരി ശകലം കുറവായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടാണ് വേണ്ടത്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ വറുത്തിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം, 1/4 ടീസ്പൂണൊന്നും വേണ്ട, വളരെ കുറച്ച് ഉലുവ, കയ്പ്പ് കൂടുതലാണ്, ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒരു 4 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടുകയാണ്. 2 വറ്റൽമുളകും. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി, എന്താ ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനായിട്ട് ഉണക്കമീൻ എന്താ എടുത്തിരിക്കുന്നത്, മുള്ളനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കായും അതുപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മാങ്ങ കിട്ടുമല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണക്കമീൻ ഞാൻ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുക, അതിൻ്റെ ആ ഒരു ഉപ്പ് കുറയാൻ വേണ്ടിയിട്ട്. ചൂടുവെള്ളത്തിലാണെങ്കിൽ കുറച്ച് സമയം കുറച്ചിട്ട് ഇട്ട് വെച്ചാൽ മതി എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കായ്ക്ക് പകരം വേറെ നമ്മളിപ്പം മുരിങ്ങയൊക്കെ ഉപയോഗിക്കുമല്ലോ, അതുപോലെ ഉപയോഗിക്കാം. പിന്നെ കായ നൈസായിട്ട് അരിയുക. അപ്പോൾ അതെല്ലാം കൂടി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.